നിങ്ങൾ അമ്മയും മോനാന്ന് എന്താണ് തെളിവ്? അതിനോട് ഞാൻ യോജിക്കാൻ തുടങ്ങി. ചിലപ്പോൾ എൻ്റെ മകനും അങ്ങനെ ഒരു കുറ്റബോധം ഉണ്ട്, ചിലപ്പോൾ ഞങ്ങൾ ഇനിയും വല്ല പറയുമോ എന്നുള്ളൊരു പേടിയായിരിക്കാം അവനെ വിഷമമാക്കിയെന്ന് വെച്ച് ഞാനും പിന്നെ അവനെ പുറത്തിറങ്ങുമ്പം തന്നെ ഞങ്ങളിൽ തന്നെ ഒരു സംശയം ജനങ്ങൾക്ക് തന്നെ ഉണ്ടായിരുന്നു, ഞങ്ങൾ അമ്മയും മോനുമാണോ. ഇദ്ദേഹത്തിനൊരു മടിയായിരുന്നു എന്നെയും കൊണ്ട് പുറത്തു പോകാനായിട്ട്. കുറച്ചു നാളത്തേക്ക് ഞങ്ങൾ അമ്മയും മോനും പുറത്തേക്കേ യാത്രയില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ കേസിന് പോയപ്പോഴേക്ക് കാമുകന്മാരാന്നുള്ള ഒരു ഇത് കണ്ട് ഞങ്ങളെ പിടിച്ചു പോലീസ്. പക്ഷെ ഞങ്ങളത് കാര്യം പറഞ്ഞിട്ടൊന്നും അവർക്ക് മനസ്സിലായില്ല. പക്ഷെ എന്റേതായ ആ മാനസിക വേദന ബോധ്യപ്പെടുത്തിയപ്പോഴേക്കും അവർക്ക് പിന്നെ മനസ്സിലായി ഞങ്ങൾ അമ്മയും മോനുമാണെന്നുള്ളത്. റീൽസ് തുടങ്ങിയത് ഞങ്ങൾക്ക് ഇപ്പം ആരും വീഡിയോ എടുക്കാനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങളൊരു ബുദ്ധിമുട്ട് കാരണം സാഹചര്യം കൊണ്ട് അമ്മയെ വിളിക്കേണ്ടി വന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ അമ്മയാണ് ചെയ്യണമെന്നൊന്നും ഞങ്ങൾ കരുതിയിട്ടില്ല. ചില സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങളെ വീഡിയോ ചെയ്യാമെന്നുള്ള ഒരു ഒഴിവാക്കി. അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ലേഡീസിനെ വിളിച്ചപ്പോൾ അവർ അവരുടെ വീട്ടിൽ നിന്ന് വിടത്തില്ലെന്ന് പറഞ്ഞു. ഫസ്റ്റ് വീഡിയോ തന്നെ ആദ്യം തന്നെ ക്ലിക്ക് ആയത്. വീഡിയോ എല്ലാം വ്യൂസൊക്കെ കൂടുകയൊക്കെ ചെയ്തു. അപ്പോൾ തന്നെ ഒന്നേരം ഓർത്ത് ഒന്നും കൂടെ ഒന്ന് ചെയ്തിടാമല്ലോ എന്ന് കരുതി ഇന്ന് ചെയ്തിട്ടപ്പോൾ പിന്നെ അത് കയറുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ സിംഗിൾ ആയിട്ടുള്ള ഇട്ടെടുത്തപ്പോൾ അത് വലിയൊരു ഡിമ്മായിട്ട് തന്നെ പോയി. പിന്നെ ഞാൻ അമ്മയുടെ ഇട്ടപ്പം പിന്നെയും കയറാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയും കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനും കയറി തന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇട്ടതാണ്. എല്ലാവരും പറയുന്നുണ്ട് സന്തൂർ മമ്മി എവിടെ. ഞാനിപ്പോൾ അഥവാ സിംഗിളായിട്ട് ചെയ്താലും ചോദിക്കും സന്തൂർ മമ്മി എവിടെ എന്നൊക്കെ ചോദിക്കും. കമൻസിൻ്റെ അതൊക്കെ അങ്ങനെ വരും. പിന്നെ ഇപ്പം ഈ റീൽസ് വന്നേ പിന്നെ അതിൻ്റെ ഒരു ശമ്പലങ്ങൾ മാറി നമുക്കിപ്പോൾ ഒരു ഗുണകരമായിട്ടുള്ള ഒരു രീതിയിലാണ് കിട്ടിയപ്പോൾ സന്തോഷമുണ്ട്. ഈ സന്തൂർ മമ്മിയുടെയും മോൻ്റെയും വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആലപ്പുഴ കഞ്ഞിപ്പാടത്ത് വന്നിരിക്കുന്നത്. ഹായ്. ശരിക്കും റീൽസിൽ കാണുന്ന സമയത്ത് നമുക്കൊന്നും മനസ്സിലാവില്ല അമ്മയും മോനുമാണെന്ന്. ഇത് എപ്പോഴാണ് അമ്മയെ കൂടെ ഉൾപ്പെടുത്തി റീൽസ് തുടങ്ങിയത് ഞങ്ങൾക്ക് ഇപ്പം ആരും വീഡിയോ എടുക്കാനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങളൊരു ബുദ്ധിമുട്ട് കാരണം സാഹചര്യം കൊണ്ട് അമ്മയെ വിളിക്കേണ്ടി വന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ അമ്മയാണ് ചെയ്യണമെന്നൊന്നും ഞങ്ങൾ കരുതിയിട്ടില്ല. അല്ല എന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ പുറകിൽ നിൽക്കാനാണോ അതോ മുമ്പിലേക്ക് വരാൻ വേണ്ടിയിട്ടോ? അല്ല, മുമ്പിൽ നിൽക്കാൻ വേണ്ടി തന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങളെ വീഡിയോ ചെയ്യാമെന്നുള്ള ഒരു ഒഴിവാക്കി. അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ലേഡീസിനെ വിളിച്ചപ്പോൾ അവർ അവരുടെ വീട്ടിൽ നിന്ന് വിടത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അതായത് നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരാളെ നിങ്ങൾ സംഘടിപ്പിച്ചു, അയാളെ വിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ആരും ഇല്ലാതെ വന്നപ്പോൾ പിന്നെ അമ്മയുടെ സഹായം തേടി. അല്ല, അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സ്കിൽ ഉണ്ടെന്ന് മനസ്സിലാക്കണ്ടേ? അമ്മ നേരത്തെ TV പ്രോഗ്രാമിലൊക്കെ പോയിട്ടുണ്ട്. പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഓ, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് അമ്മയ്ക്കുണ്ട്. പാട്ടിന്റെ പാട്ടിന്റെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം എങ്ങനെയാണത് മോൻ വന്ന് വിളിക്കുന്നത്? എങ്ങനെയാണ് റീൽസ് ചെയ്യാമെന്നാണോ അല്ല ഈ ദുഃഖകഥ എന്ന് പറയുമ്പോഴാണോ അമ്മയുടെ മനസ്സല്ലേ? ഇവര് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോഴേക്ക് ഇവര് വിളിച്ച കുട്ടി വരാതെ വന്നപ്പോഴേക്ക് എന്നെ വിളിച്ചപ്പം പിന്നെ ഞാൻ തന്നെ തയ്യാറായി. അതിന് മക്കള് വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ അതിനു മുമ്പ് തന്നെ ഈ പാട്ടും ഡാൻസും ഒക്കെ അമ്മയ്ക്ക് വശമുണ്ട്. പാട്ട് പാടുന്ന വ്യക്തിയാണ് ഞാൻ. ഡാൻസ് എനിക്ക് അത്ര ഇതല്ല, ഞാൻ പാട്ട് പാടും. എന്നിട്ട് പഠിച്ചെടുത്തു?